മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന പുളിയമല റോഡിൽ പുളിയമലയ്ക്ക് സമീപം മൺതിട്ടയിടിഞ്ഞ് വീടുകൾ അപകടാവസ്ഥയിലായ സ്ഥലത്ത് മുൻ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര ഹൈവേയുടെ മൂന്നാം ഘട്ടമായ കട്ടപ്പന പുളിയമല റോഡിന്റെ നിർമ്മാണത്തിന് 44 കോടി രൂപ മുൻ LDF സർക്കാർ അനുവദിച്ചിരുന്നു. ഭരണാനുമതി ലഭിച്ച ടെൻഡർ നടപടികളും പൂർത്തിയായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിർമ്മിച്ച് റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്പലമേട് അമ്പലപ്പാറ റോഡ് കട്ടപ്പന പുളിയമല റോഡിന്റെയും സൈഡിലുള്ള 7-8 വീടുകൾ, ആ വീടുകള് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായ തുടർച്ചയായ മഴയും അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള വെള്ളമൊഴുക്കും അതിന്റെ സംരക്ഷണ കവചമായ സൈഡ് കെട്ട് ഇടിഞ്ഞ് ആ വീടുകൾക്കും താമസിക്കുന്നവർക്കൊക്കെ അപകട സാധ്യതയുള്ള ഒരു സ്ഥിതിവിശേഷം കാണാനിടയായി. 2023-24 കാലഘട്ടം മുതൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തുടർച്ചയായ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തീവ്രമഴയിൽ മണ്ണിടിഞ്ഞ് 8 വീടുകൾ ഇവിടെ അപകടാവസ്ഥയിലായത്. വീടുകളുടെ അടിത്തറയിൽ ഉൾപ്പെടെ 15 മീറ്റർ ദൂരത്തിൽ വെള്ളം രൂപപ്പെട്ടിരുന്നു. ഒരു വീട്ടിലെ മുറി വിണ്ടുകീറി വാസയോഗ്യമല്ലാതായി മാറി. കൂടാതെ മറ്റു വീടുകളുടെ ശുചിമുറികളും ഉപയോഗരഹിതമായിരുന്നു. നഗരസഭാ കൌൺസിലർമാരായ ഷാജി കുത്തോടിയിൽ, മഞ്ജു സുരേഷ്, മുൻ കൌൺസിലർ MC ബിജു, LDF നേതാക്കളായ S പാൽരാജ്, KA മണി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ്